മിഥുൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിൽ വളരെയധികം പ്രതിസന്ധിയിലാക്കുമെന്നൊക്കെ ഈ CPM എല്ലാം കരുതിയെങ്കിലും അത്ര വലിയ പ്രതിസന്ധിയൊന്നും അവിടെ ഉണ്ടായില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ അതായത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഈ CPM-നെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്നു. അതായത് കോൺഗ്രസിന്റെ ഈ യുവനിര എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. അതായത് കോൺഗ്രസിന്റെ ശത്രുക്കൾ പോലും അതിനെ വാഴ്ത്തിപ്പാടിയിരുന്നു. യുവനിര എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ശക്തമാണ്, VT ബൽറാം, നമ്മുടെ ജിൻഡോ ജോൺ, പിന്നെ അല്ലാതെ ഹൈബി ഈഡൻ തുടങ്ങി വളരെ ശക്തരായ മാത്യു കുഴൽനാടൻ, ഇവരെല്ലാം വളരെ ശ്രദ്ധേയരായവർ തന്നെയായിരുന്നു. പക്ഷെ ഈ ഓരോരുത്തരെയായിട്ട് ഇവർ രാഷ്ട്രീയം കൊണ്ടല്ല നേരിടുന്നത്. അവിഹിത കഥകളും വൃത്തികെട്ട, അതായത് അവരുടെ ഒരു സംസ്കാരം വെച്ച് അവരുടെ സംസ്കാരം വെച്ചാൽ അവർക്ക് പെരുമാറാൻ കഴിയുള്ളൂ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിനെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് VT ബൽറാം ഇപ്പോൾ അടുത്ത തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട്, ഷാഫി പറമ്പിലിനെ ഒതുക്കാൻ. അപ്പോൾ ഇത് പാർട്ടിയുടെ സൈബർ പോരാളികളല്ല, ഈ ഒരു മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരം വൃത്തികെട്ട കഥയുമായി ഷാഫി പറമ്പിൽ സുന്ദരികളായ സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് വിളിക്കും എന്നൊക്കെയുള്ള വെറും മോശം കഥയുമായി ഇറങ്ങി. പക്ഷെ ഇവർ ഒന്ന് തിരിഞ്ഞു നോക്കണം, സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നത്. ഇപ്പൊ തന്നെ ആ വ്യക്തി വയനാട് നടന്ന സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ വളരെ ഉന്നതരായ പല ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ തന്നെ നേരത്തെ PK ശശി നടത്തിയ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. PK ശശി എന്നൊക്കെ പറഞ്ഞാൽ തീവ്രതയില്ലാത്ത പീഡനം നടത്തുന്നതാണ്. അതുകൊണ്ട് അവരത് ഒഴിവാക്കി വിട്ടിരിക്കുന്ന കേസാണ്. PK ശശി ആയാലും P ശശി ആയാലും ശരി, സ്വന്തം നേതാക്കൾ ഇപ്പോഴും അവർ ചുമക്കുന്ന പല നേതാക്കളും ഉണ്ട്, മുകേഷ് ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ. അവരെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ കോൺഗ്രസിലുള്ള യുവ നേതാക്കന്മാരെ എല്ലാം ലക്ഷ്യമിട്ട് വരും തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അവർക്ക് അല്ലാതെ നേരിടാൻ കഴിയില്ല. ഇവരുടെ ഭരണവിജയം പറഞ്ഞ് ഇവർക്ക് എന്താ ഒരു വോട്ട് പിടിക്കാൻ പറ്റില്ലേ? കോൺഗ്രസിലെ നേതാക്കന്മാരെ ഇത്ര അവിഹിത കഥകളിൽ കുരുക്കാൻ നടക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. 9.5 വർഷമായിട്ട് ഭരിക്കുകയാണ് ഈ പിണറായി സർക്കാർ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന അവസാന ഘട്ടത്തിലേക്ക് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണ്. ആ സമയമാകുമ്പോൾ അവര് ഈ പറയുന്ന പോലെ വോട്ടിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ നടത്തുന്ന നീക്കങ്ങൾ അത് രാഷ്ട്രീയമായിട്ടുള്ള അപ്പുറമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുന്നു, അതേപോലുള്ള ഇനി ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു. ഇനിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ആ നേട്ടങ്ങളൊക്കെ തന്നെ വാഴ്ത്തിപ്പാടാനായിട്ട് ഓരോ പരിപാടികളായിട്ട് CM വിത്ത് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി കാണിച്ചതാണ്. അതിന്റെ ഒരു തനിയാവർത്തനമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഇവർ വിമർശിച്ചത് എന്തായിരുന്നു? ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി ഇവർ ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നു എന്നാണ്. എന്നിട്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? എന്നിട്ട് എത്ര നിവേദനങ്ങൾ മുഖ്യമന്ത്രി കൈപ്പറ്റിയിട്ടുണ്ട്, എത്ര നിവേദനങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനാദ്യം ഇവർ ഉത്തരം പറയാതെ പെണ്ണ് കേസ് പറഞ്ഞ് കോൺഗ്രസിനെ തളർത്താമെന്നാണ്. അതാണ് പറഞ്ഞത്. ഈ പറയുന്ന ഭരണ നേട്ടങ്ങളൊന്നും ഈ കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് അവർക്ക് പറയാനില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 9.5 വർഷം ഭരിച്ചിട്ടും ഇവരുടേതായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, കേരളത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ചർച്ചയിൽ ചോദിച്ചാണ് കേട്ടോ. ഈ പറയുന്ന പോലെ ഈ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആ അവകാശ തർക്കം വന്നല്ലോ, ആരുടെ പദ്ധതിയാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഒരു യുവ CPM-ന്റെ ഒരു നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക്, ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേര് പറയാം. അയാൾ ഇത് വെള്ളം കുടിച്ചു, ഒന്നുമില്ല പറയാം, എന്തുണ്ടോ അവർക്ക് പറയാം. ഈ പറയുന്ന വിഴിഞ്ഞമായാലും മെട്രോ ഒക്കെ ആയിരുന്നാലും അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടിന്റെ ഒക്കെ ഫലമായിരുന്നു. അത് പിന്നെ ദേശീയപാതയുടെ അച്ഛനാവാൻ ഇവരെല്ലാം ശ്രമിച്ചു, പക്ഷെ അത് ഇടയ്ക്ക് ഒരു പൊളിഞ്ഞു വീണതോടെ ഈ പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ അവകാശവാദം ഉന്നയിക്കാനേ പോകത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതികളോ കേരളത്തിന്റെ ഭാവി മുന്നിൽ കണ്ട് എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് ചെയ്യാൻ അവരുടേതായിട്ടുള്ള ഒന്നുമില്ല. നേരത്തെ മുൻ സർക്കാർ തുടങ്ങി വെച്ച സംഭവങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ട് അത് ഞങ്ങളാണ് പൂർത്തീകരിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, മുൻ സർക്കാർ പൂർത്തീകരിച്ചത് തുടർ ഭരണം കിട്ടിയില്ലെങ്കിൽ അടുത്ത സർക്കാർ വരുമ്പോൾ അവരാണ് പൂർത്തീകരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, കേന്ദ്ര പദ്ധതികൾ പലതും കേന്ദ്രം നടപ്പിലാക്കുന്നത് പലതും അത് ആഘോഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് പറയാൻ നേട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ അവര് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ടുള്ളതാണ് അവരുടെ രാഷ്ട്രീയമാണ് അവർ കാണിക്കുന്നത്. ഇത് പറയുന്നത് പോലെ കോൺഗ്രസ് ആണ് അവരുടെ ശത്രുക്കൾ. അവിടെ ആ കോൺഗ്രസിനെതിരായിട്ടുള്ള അവരുടെ നീക്കം എന്ന് പറയുന്നത് ഈ അവരുടെ രാഷ്ട്രീയം ഇതാണ്. ഈ പറയുന്ന പോലെ സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള രാഷ്ട്രീയമാണ് അവർ ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഷയം വന്നപ്പോൾ അവർ അതിനെ ആ രീതിയിൽ കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചോളൂ, നിങ്ങൾ അതിന്റെ നിൽക്കും. പക്ഷേ രാഹുലിന്റെ പേരും പറഞ്ഞ അവർ ആരെയൊക്കെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്? VD സതീശനെ ആക്രമിച്ചു, അല്ലെ, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെ വഴി തടയുക. MP ആണ് അദ്ദേഹം, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ വഴി തടയുക, ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഷാഫി അവിടെ വടകരയിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ തടയുക, അദ്ദേഹത്തിനെ വിളിക്കുക, അദ്ദേഹത്തെ ആക്രമിക്കാൻ നടക്കുക, അദ്ദേഹത്തിന്റെ കാറ് തടയുക, ഒക്കെയുള്ള നീക്കങ്ങൾ ഇവർ നടത്തുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് പാലക്കാട് ഈ പറയുന്ന സുരേഷ് ബാബു എന്ന് പറയുന്ന CPM-ന്റെ സെക്രട്ടറിയുടെ ഒരു അശ്ലീലമായിട്ടുള്ള ഒരു പ്രയോഗം എന്ന് പറയുന്നത് തന്നെ പറയാം. അദ്ദേഹം എവിടെ കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല.
ഷാഫി പറമ്പിലിനെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ അദ്ദേഹം അങ്ങ് വെച്ച് കാച്ചുകയാണ്. ഷാഫി മാത്രമല്ല, മറ്റ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും കൂടെ ചേർത്താണ് പറയുന്നത്. എങ്കിലും അയാൾ മെയിൻ ആയിട്ട് ഷാഫി പറയുന്നത് അങ്ങനെയാണല്ലോ, രാഹുലിന്റെ ഗോഡ് ഫാദർ ആണ് ഷാഫി എന്നൊക്കെയാണ് പറയുന്നത്. ഏത് പെൺകുട്ടികളെ കണ്ടാലും ഷാഫി അങ്ങ് ബാംഗ്ലൂരിലേക്ക് വിളിക്കുമെന്ന് ഇയാള് പറയുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇയാൾക്ക് എന്താ തെളിവുണ്ട്? അയാൾ തെളിവുണ്ടെങ്കിൽ പുറത്തു വിടണം. ഷാഫി പറമ്പിൽ ഇങ്ങനെ ഈ സ്ത്രീകളോട് ഇങ്ങനെ അപമര്യാദ പെരുമാറിയിരിക്കുന്നവരെയൊക്കെ തന്നെ അങ്ങനെ വേറെ ഉദ്ദേശത്തോട് കൂടി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ തെളിവ് പത്രമുണ്ട്. വെറുതെ ഇല്ല ഉണ്ടയില്ല അവിടെ പൊട്ടിക്കുന്ന പോലെ വന്നിരുന്നുണ്ട്. മാധ്യമങ്ങളുണ്ട്, മാധ്യമങ്ങൾ എന്ത് കേൾക്കുമെന്ന് പറഞ്ഞ ഒരു ആലോചനയില് അങ്ങ് തട്ടിവിടുക. ഇതിലെന്താ പറയുക, അവരുടെ ഉദ്ദേശം ഈ കുറച്ചൊരു ഇളക്കം ഉണ്ടാക്കുക. അപ്പൊ ഈ ആൾക്കാർ കാണുന്നത് എന്താ, ഇവർ പറയുന്നത് മാത്രമേ കേൾക്കൂ. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും, ഈ വിശദമായി ഇതിനെ കുറിച്ചൊന്നും ജില്ലയിലെ ഒരു നേതാവ്, ജില്ലാ സെക്രട്ടറിക്ക് ഒരു നേതാവ് തുടക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി അണികൾ ചെയ്തോളും. അവർക്കൊരു ഇതുകൂടെ അവസരം ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ഇപ്പൊ സൈബർ അണികളും മറ്റു സംഭവങ്ങളൊക്കെ സൈബർ ഇടത്തിലൂടെ ഈ ആക്രമണം തുടങ്ങും. അതങ്ങ് വലിയ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഇവരുടെ തന്ത്രം. ഓരോ നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വീണ് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരെന്ന് പറഞ്ഞു വെക്കും. ബാക്കി അവരുടെ താഴോട്ടുള്ള അണികളും സൈബർ ഇടങ്ങളിലുള്ള അന്തംഗമികളും ഒക്കെ തന്നെ ഏറ്റെടുത്ത് അവരെ എങ്ങാ നിക്ഷേപിക്കുക എന്ന് പറയുന്ന രീതിയിൽ പോകും. നമ്മൾ കണ്ടല്ലോ ഇപ്പൊ ജിൻഡോ ജോണിനെതിരെ നടക്കുന്ന ആക്രമണം കണ്ടില്ല. ജിൻഡോ ജോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു യുവ നേതാവ്, തീപ്ര നേതാവാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പാർട്ടിയുടെ മുഖമാണ്. എതിരാളികൾക്ക് വേണ്ട വിധത്തില് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇപ്പോൾ മേടിച്ചുകൊണ്ട് പോവുകയാണ് സംഘങ്ങളുടെ സഹാക്കളുടെ ഒക്കെ തന്നെ പണി എന്ന് പറയുന്നത്. ഇതിന് ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറഞ്ഞോട്ടെ. ഇപ്പോ ഡോക്ടർ ജിൻഡോ ജോൺ ഇപ്പോ ചാനലിൽ വന്നിരുന്ന് മറുപടി കൊടുക്കുന്നു. ഇതൊന്നുമല്ലാതെ ഇപ്പോൾ ഫേസ്ബുക്കുകളിലായാലും ശരി, ഇപ്പൊ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവർ ആക്രമിച്ച രീതിയാണ് വിമർശിക്കുന്ന പലരും. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പേജുകളിൽ വന്ന് ഈ സൈബർ സഖാക്കന്മാർ നടത്തുന്ന അധിക്ഷേപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പല സ്ത്രീകളുടെയും ഫേസ്ബുക്ക് ഞാൻ നോക്കിയപ്പോൾ അതിൽ വന്ന് കമന്റ് പറയുന്നത് കേട്ടെ, എത്ര മോശമായിട്ടാണ്. ഇവരാണോ പുരോഗമനം പറയുന്നവര്, സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നത്, ബുദ്ധിജീവികളുടെ ഇടതുപക്ഷം എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ ഇവർ പൊതുവെ പറയുന്നത്. SFIക്കാരൊക്കെ പറയുന്നത് ഒരു ക്യാമ്പസിൽ SFI ഇല്ലെങ്കിൽ ആ ക്യാമ്പസ് അങ്ങ് നശിച്ചു പോകും, അവിടെ അരാജകത്വം നടമാടും പറഞ്ഞിട്ടുള്ളതാണ് SFIക്കാര്. അതായത് SFI ആ ക്യാമ്പസിനെ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നവരാണ്. ഇതാണോ ഇവരുടെ സംരക്ഷണം? ആ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ, അതായത് കോൺഗ്രസ് അനുകൂലമായി പോസ്റ്റ് ഇടുന്ന ഈ സൈബർ പോരാളി ഷാജി പോലെയുള്ള പല പല പേജുകളിൽ കോൺഗ്രസ്സുകാരെ അധിക്ഷേപിച്ചും ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് ഇവർ പോസ്റ്റ് ഇടുന്നു. അത് ഒരു മാന്യതയുടെ, വിമർശനങ്ങൾക്ക് ഒരു മാന്യതയുണ്ട്. ഇത് സ്ത്രീകളെ ഏത് രീതിയിലും അധിക്ഷേപിക്കുന്നതാണ് ഈ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പൊ ഒരു ഏരിയായിട്ടിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തി, ഒരു സെലിബ്രിറ്റിയാണ്, നടിയായിട്ടുള്ള സീമാജി നായർ. അടുത്തിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരവരുടെ നിലപാട് സ്വീകരിച്ചു. രാഹുൽ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചു. എത്രത്തോളം അധിക്ഷേപമാണ് അവർ നേരിടേണ്ടത്. ഇന്നലെ അവര് രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട് മണ്ഡലത്തിലെത്തിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവര് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. അഭിമാന നിമിഷം, എനിക്ക് കാത്തിരുന്നൊരു നിമിഷമാണെന്ന് പറഞ്ഞു. അതിന്റെ കീഴിലുള്ള കമന്റുകൾ വായിച്ചു നോക്കണം. അങ്ങേയറ്റത്തെ അറപ്പുളവാക്കാൻ തരത്തിലുള്ള ആ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കാതെ അങ്ങ് തെറിവിളിയാണ്, അങ്ങേയറ്റത്തെ മോശം പദപ്രയങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പോരാട്ടം നടക്കുന്നത്. അവരൊന്നും കാര്യമാണ്, നമുക്കറിയാമല്ലോ അവരുടെ ഒരു നിലപാടും കാര്യങ്ങളും ഒക്കെ, അവരുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം. ഇതിനൊന്നും വകവെച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതമല്ല അവരുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരു സമീപനം ഇങ്ങനെയാണ്. ഈ പറയുന്ന പോലെ ജിൻഡോ ജോണിനെതിരായ വിഷയം പോലെ കോൺഗ്രസിലെ ആർക്കെങ്കിലും എതിരെ അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അത് വിഷയം എന്തുവാണെങ്കിൽ തന്നെയും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക. എല്ലാവരും ഞങ്ങളെ പിന്തുണച്ചുകൊള്ളണം. ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഞങ്ങളെ അങ്ങ് പിന്തുണയ്ക്കണം. ഞങ്ങളെക്കുറിച്ച് നല്ലത് പാടണം, ഞങ്ങളെക്കുറിച്ച് അപദാനങ്ങൾ പാടണം. കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞങ്ങള് വളഞ്ഞിട്ട് ആക്രമിക്കും എന്നുള്ള ഒരു നിലപാടാണ് ഇവർക്ക് ഉള്ളത്. പിന്നൊരു കാര്യം, ഒരു യുവനടിയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദത്തിന് തിരികൊളുത്തിയത്. അവരുടെ ഒരു ഇന്റർവ്യൂവിൽ അറിയാതെ അവർ പറഞ്ഞു, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി പേര് പോലും പറയാതെ ഒരു സൂചനകൾ ഹൂ കേസ് എന്നുള്ള സൂചനകൾ കൊടുത്തിട്ട് പറയാണ് അയാൾ നവീകരിക്കപ്പെടണം, അയാൾ ഇപ്പോഴും എന്റെ സുഹൃത്താണ്. എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് ആ പെൺകുട്ടി അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുന്നത്. ഞാനൊരു ഇരയല്ല എന്ന് പറയുന്നു. പിന്നെ ഈ പെൺകുട്ടി ആരാ പരാതി പറയാൻ? എന്നാൽ ഏതൊരു ഇരയായ പെൺകുട്ടി വന്നാലും ഞാൻ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ആര് പോയി എന്ന് വ്യക്തമാക്കണ്ടേങ്കിൽ നിയമപരമായി ഒരു കാര്യത്തിന് നീങ്ങാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു പ്രയോജനം ഉണ്ടായി. ആ പെൺകുട്ടി യുവനടിയാണ് എന്ന് കുറെ പേര് അറിഞ്ഞു. എന്നിട്ട് ആ കഴിഞ്ഞ ദിവസത്തെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഫേമസ് ആയത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോ മെസ്സഞ്ചറിൽ ആരും സുന്ദരിയല്ലേ ചക്കരയല്ലേ എന്നൊന്നും മെസ്സേജ് അയക്കുന്നില്ല, അതിൽ എനിക്ക് സങ്കടമുണ്ട് എന്ന്. ഈ പെൺകുട്ടി
എന്താണ് അതിനുള്ള ക്രെഡിബിലിറ്റി എന്ന് ആലോചിച്ചു. ഇങ്ങനെ സംസാരിക്കുന്ന, പരസ്പര ബന്ധമില്ലാതെ എന്ന് തന്നെ പറയാം, നമ്മൾ ചെറിയൊരു നൊസുണ്ട എന്ന് തോന്നുന്ന രീതിക്ക് നമ്മൾ ചില ഈ കിറുക്കാണ് ഇതിന് എന്ന് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്. ഇതിനെയാണ് മാധ്യമങ്ങളെല്ലാം കൊണ്ടാടിയതും. ഈ ഏതോ ഒളിമറയിൽ ഇരുന്നു കൊണ്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് പുറത്തു വിടുകയും മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ അടുത്ത നടപടി ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഈ പറഞ്ഞ CPM നേതാവിന്റെ ഷാഫി പറമ്പിൽ നേതാവെ പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതിന്റെ അടുത്തത് എന്താണെന്നുള്ളത് ഈ മാധ്യമങ്ങൾ ഫോളോ അപ്പ് ചെയ്യില്ലല്ലോ. ആൾക്കാരുടെ മുന്നിൽ മാധ്യമങ്ങൾ മാധ്യമ സഖാക്കന്മാരായി ഒരു CPM-ന്റെ ഹാൻഡിലുകളായി തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളും പലരും പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മാധ്യമങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഒരു ഇതിൽ ചർച്ച ചെയ്തതാണ്. നമ്മൾ പല മാധ്യമങ്ങളും പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കേണ്ട മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഭരണപക്ഷത്തെ പാടി പുകഴ്ത്തുന്ന, അവരുടെ അപദാനങ്ങൾ പാടുന്ന ഒരു കോളാമ്പിയായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില ചാനലുകളൊക്കെ തന്നെ ഈ CPM വാടകയ്ക്കെടുത്താണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അവരുടെ ഓരോ പെരുമാറ്റങ്ങളും. ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് CPM-നെ അനുകൂലിക്കുന്ന തരത്തിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ ഒന്ന് എനിക്ക് വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, അടുത്തിടയ്ക്ക് നിലമ്പൂരിൽ ഉൾപ്പെടെ പാലക്കാട് ഉൾപ്പെടെ കോൺഗ്രസിന് പിന്തുണ കൊടുത്തപ്പോൾ ഈ പറയുന്ന ചാനലുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഹാലിളകുകയും അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഇന്ന് ആ ചാനല് അവരുടെ തന്നെ ഒരു ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്തതാണ്. അവരുടെ റിപ്പോർട്ടർ ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് റസാഖ് പന്തല്ലൂർ എന്ന് പറയുന്ന നേതാവുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിന്റെ വാർത്തയാണ്. അതിനകത്ത് അയാൾ പറയുന്നത് CPM-ആയിട്ട് ഞങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ തയ്യാറാണ്, അവരുമായിട്ട് പ്രാദേശിക നീക്കുപോക്കുകൾക്കൊക്കെ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ഈ വാർത്ത കൊടുത്തിട്ട് ആ ആങ്കർ ഈ മോർണിംഗ് ന്യൂസൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ട് വളരെ സന്തോഷം ചിരിച്ചങ്ങ് നിർത്തുകയാണ്. ഇത് ഞാൻ അപ്പോൾ ചിന്തിക്കുകയാണ്, ഇത് കോൺഗ്രസിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വാർത്തയെങ്കിൽ എന്തുവായിരുന്നു ചർച്ച? അതൊരു ചർച്ചയായിട്ട് മാറി തന്നെ. ഉടനെ തന്നെ ആളുകളെ വിളിക്കുന്നു, മറ്റു ആൾക്കാരെ വിളിക്കുന്നു, അത് വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചർച്ച ആ രീതിയിൽ കൊണ്ടുപോകാൻ. ഇവിടെ CPM-ആയിട്ട് അവർ അടുക്കുന്നത് ഇവർക്കൊരു പ്രശ്നമില്ല. CPM-ഓട് അടുക്കട്ടെ, എല്ലാവരും CPM-ഓട് അടുക്കട്ടെ. അവരിപ്പം അടുത്ത് കഴിഞ്ഞാൽ അവരെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആകുമല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. വെൽഫെയർ പാർട്ടിക്ക് പിന്നെ തീവ്രവാദമില്ല, അവർ വർഗീയ പാർട്ടിയല്ല, അവർ മതേതര പാർട്ടിയായിട്ട് അങ്ങ് മാറും. ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ വാർത്തകളെയും ആ രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന, അല്ലെങ്കിൽ CPM-ന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതിന് കോൺഗ്രസിനെ എന്തും പറയുക, കോൺഗ്രസിനെ ഏത് രീതിയിലും ആക്രമിക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ വിഷയം തന്നെ അവർക്ക് ഇത്രയധികം പുറത്ത് പറഞ്ഞ് അവർ കേസെടുത്തു. അവരുടെ പരാതിയിലല്ലെങ്കിൽ പോലും ഒരു കേസുണ്ട്, ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന നടി പോയി മൊഴി കൊടുക്കാനോ രാഹുലിനെതിരെ നിയമനമായിട്ട് മുന്നോട്ട് പോകാനോ തയ്യാറാകുന്നില്ല. പലരും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടത്? അത് നിലനിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം, അല്ലെ? അതിനകത്തൊരു നിയമ പോരാട്ടത്തിന്റെ യാതൊരു സാധ്യതയും അവശേഷിക്കുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു അവർക്ക് തന്നെ എന്തെങ്കിലും പണി കിട്ടിയേക്കാം. അതുകൊണ്ട് അവർ നിയമ പോരാട്ടത്തിന് പോയിട്ടില്ല. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഈ വിഷയത്തില്. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? നവീകരിക്കപ്പെടുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതിന് വേറെ നിയമ പോരാട്ടമായിട്ട് പോയാണ് നവീകരിക്കപ്പെട്ടത്. അല്ലാതെ എങ്ങനെയാണ് നവീകരിക്കുന്നത് പുറത്ത് പറഞ്ഞ് നാണം കെടുത്തിയത് കൊണ്ട് നവീകരണം നടക്കുന്നില്ല. അപ്പോൾ അതിന്റെ ഉദ്ദേശമൊക്കെ വ്യക്തമാണ്. അത് ഈ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ പിന്നെ രാഹുലിനെ എന്താ പറയുക, ഈ പറയുന്ന പോലെ സമൂഹ മധ്യത്തിൽ താറടിക്കുന്ന തരത്തിലേക്ക് അത് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്താൽ രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമാണ്. ഇന്നലെ തൊട്ട് സജീവമായിട്ട് വന്നിട്ടുണ്ട്. പാർട്ടി നേതൃത്വം പരസ്യമായിട്ടല്ലെങ്കിലുമുള്ള പിന്തുണയൊക്കെ തന്നെ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ സജീവമായിട്ട് മണ്ഡലത്തിൽ തുടരാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും CPM സ്വയം കൽപ്പിത ആശാന്മാരാണ്. ആശാന് അടുപ്പിലും സാധിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് അവർ പയറ്റുന്നത്.